ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടുകടുത്തതോടെ പ്രചാരണത്തിന് പണം കണ്ടെത്താനുള്ള വഴി തേടുകയാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വാട്സാപ്പ് വഴി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയാണ് പന്ന്യൻ രവീന്ദ്രന്റെ പണപ്പിരിവ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനൊപ്പം CPIക്കും ആദായനികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരുന്നു. മുൻപൊരു തിരഞ്ഞെടുപ്പിലുമില്ലാത്ത സാമ്പത്തിക ഭീഷണി ഇത്തവണ നേരിടുന്നുവെന്നാണ് CPI നേതാക്കൾ പറയുന്നത്. പാർട്ടിയുടെ മേൽത്തട്ടിൽ നിന്നും പണം ലഭിക്കില്ല, താഴെത്തട്ടിൽ നിന്നും പണം പിരിച്ച് മുകളിലേക്ക് കൊടുക്കുന്നതാണ് പതിവ് രീതി. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വാട്സപ്പ് വഴി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയാണ് പന്ന്യൻ രവീന്ദ്രന്റെ പണപ്പിരിവ്. തിരുവനന്തപുരം ഗ്രാമീൺ ബാങ്കിലെ തന്റെ അക്കൗണ്ട് നമ്പർ നൽകിയാണ് പന്ന്യൻ സഹായത്തിനായി പണം അഭ്യർത്ഥിക്കുന്നത്. സുഹൃത്തുക്കൾക്ക് മാത്രം അയച്ചു നൽകി പണം പിരിക്കാനാണ് പന്ന്യൻ ഉദ്ദേശിച്ചത്. എന്നാൽ സുഹൃത്തുക്കൾ ഇത് ഷെയർ ചെയ്യാൻ തുടങ്ങിയതോടെ അഭ്യർത്ഥന വോട്ടർമാരിലേക്കും എത്തി. അതിനൊന്നും മറിയുടെ കാര്യമില്ല. കാരണം നമ്മളിവിടെ മത്സരിക്കുന്നത് ഒരു വലിയ സാമ്പത്തിക സ്രോതസ്സുള്ള ആളുകളോടാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ അങ്ങനെയില്ല. നമ്മൾ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് ജനങ്ങൾ തരുന്ന പണം കൊണ്ടാണ്. ആ പണത്തിന് തന്നെ ലിമിറ്റുണ്ട്. ഞങ്ങൾ ഒരു എത്ര എമൗണ്ട് ആവാം എന്നുള്ളതൊക്കെ ലിമിറ്റുണ്ട്. ഞാൻ അവരോട് ഒരു അഭ്യർത്ഥന കോമണായിട്ട് പറഞ്ഞപ്പോൾ എത്ര നല്ല പ്രതികരണമാണ്. 10 രൂപ മുതൽ വന്നിരിക്കുന്ന ആളുകൾ 10 രൂപ, 200 രൂപ, 100 രൂപ, 500 രൂപ, 1000 രൂപ, 5000 രൂപ, അതാണ് ഏറ്റവും കൂടുതൽ. ഇടവേളയില്ലാതെ ഇനിയും ദിവസങ്ങളേറെയുണ്ട് പ്രചരണത്തിന്. പണം കണ്ടെത്താനുള്ള പല ശ്രമങ്ങളും നടത്തുമ്പോഴും ക്രൗഡ് ഫണ്ടിങ്ങിനെ പറ്റി ആലോചിച്ചിട്ടില്ലെന്നാണ് CPI നേതാക്കൾ പറയുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.